അങ്ങനെ ഒരു ഇടിവെട്ട് സിനിമ കണ്ടിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്നലെ നമ്മൾ കാട്ടാളം കണ്ടിട്ട് കിളിയും പോയിട്ടാണ് ഇറങ്ങിയത്. നമ്മുടെ ആക്ഷൻ ഹീറോ അർജുൻ നായകനായിട്ട് എത്തിയ ബ്ലാസ്റ്റ് എന്ന സിനിമ ഒരു രക്ഷയില്ല. ബ്ലാസ്റ്റ് തന്നെ സിനിമ. കിഡിലൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ പോലെ കിഡിലൻ ആക്ഷൻ. ഫീനിക്സ് പ്രഭു ആണ് ഇതിനകത്ത് സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല കേട്ടോ. 4 കഥാപാത്രങ്ങളാണ് ഇതിനകത്ത്. നമ്മുടെ അർജുൻ, അതുപോലെ തന്നെ പ്രീതി, പിന്നെ നമ്മുടെ അഭിരാമി, പിന്നെ നമ്മുടെ ഈ കോമഡി ആർട്ടിസ്റ്റൊക്കെ ആയിട്ടുണ്ടായിരുന്ന വിവേക് പ്രസന്ന. ഇവർ 4 പേരാണ് ഈ സിനിമയിലെ മെയിൻ കഥാപാത്രങ്ങൾ. ഫുൾ ഇടി എന്ന് പറഞ്ഞാൽ പോലെ ഒരു ഫാമിലി മൊത്തത്തിൽ ഇടി എന്ന് വേണമെങ്കിൽ പറയാം. ഒരു രക്ഷയില്ലാത്ത സാധനം. സത്യത്തിൽ അതിൻ്റെ ട്രെയിലറോ ഒന്നും കണ്ടിരുന്നില്ല. സിനിമയുടെ ഒരു റെസ്പോൺസ് കേട്ടായിരുന്നു, ഗംഭീര സിനിമയാണെന്നുള്ളത്. പിന്നെ കാട്ടാളൻ സിനിമയുടെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്ന നമ്മുടെ എന്താണ് പുള്ളിയുടെ പേരെന്താണ്, രവി ബസൂറ. പുള്ളി തന്നെയാണ് ഇതിനകത്തും BGM ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. നൈസായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ കാട്ടാളിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അരോചകമാണ് തോന്നിയത്. ആ ഒരു മ്യൂസിക്കൊക്കെ കേട്ടപ്പോഴത്തേക്ക് അരോചകം തോന്നി. പക്ഷെ ഇതിനകത്ത് കിട്ടില്ലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആക്ഷൻ ഹീറോ അർജുൻ. പണ്ട് നമ്മൾ ഈ ഒരു അർജുൻ ഫാൻ ആയിരുന്നു. കാരണം അർജുൻ്റെ സിനിമകളൊക്കെ വരുമ്പോഴത്തേക്ക് ആദ്യം തന്നെ തിയേറ്ററിൽ പോകും. കാരണം പുള്ളിയുടെ ആ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ കാണാൻ വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും തിയേറ്ററിൽ പോകുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ഫീല് കിട്ടി ഇപ്പോൾ ഈ സിനിമ കണ്ടപ്പം. ഇപ്പോൾ പ്രായത്തെ വെല്ലുന്ന രീതിയിലുള്ളൊരു പ്രകടനമാണ് ഇതിനകത്ത് പുള്ളിക്കാരൻ ഉടനീളം കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ അഭിരാമി, ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളിക്കാരിയും പിന്നെ പ്രീതി അർജുൻ്റെ മകളായിട്ടാണ്, അർജുൻ്റെ ഭാര്യയാണ് ഇതിനകത്ത് നമ്മുടെ അഭിരാമി. പിന്നെ നമ്മുടെ വിവേക് പ്രസന്ന. ഇവർ 4 പേരും ഒരു കുടുംബത്തിലൊരു അംഗമാണ്. സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു കരാട്ട പഠിപ്പിക്കുന്ന ഒരു മാസ്റ്ററിൻ്റെ റോളിലാണ് നമ്മുടെ അർജുൻ എത്തുന്നത്. ഇൻട്രോയിൽ കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം വേറൊരു ലെവലിലേക്ക് പോകണം കേട്ടോ. ഗംഭീര സാധനം കേട്ടോ. ഇടി സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു സാധനം തന്നെ. എനിക്ക് ഈ പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ അർജുൻ്റെ, എന്താണ് കേട്ടോ. പൊളിച്ചടിക്കുക എന്ന് വേണം പറയാൻ. മൊത്തത്തിൽ ഒരു പക്ക ആക്ഷൻ എൻ്റർടൈനർ കോമഡി, അത്യാവശ്യം ചെറിയ കോമഡിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ സിനിമ ഒരു വൈബ് സിനിമ. കാരണം നമ്മളത് കണ്ടിറങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഞാനിപ്പോൾ സിനിമ കണ്ടിട്ട് ഇറങ്ങിയതുള്ളൂ. സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ പോയി തിയേറ്ററിൽ പോയി കാണണം. മസ്റ്റ് വാച്ച്. അതായത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. ഇടി എന്ന് പറഞ്ഞാൽ പോരാ, ഇടിച്ച് പൊളിച്ചടിക്കുക എന്ന് വേണം പറയാം. ഇന്നലെ പെപ്പയുടെ ഇടി കാണാൻ വേണ്ടി ചെന്നിട്ട് നിരാശപ്പെട്ടാണ് നമ്മൾ ഇറങ്ങി വന്നത്. പക്ഷേ ഇത് അന്യായ സാധനം കേട്ടോ. ഒന്നും പറയാനില്ല. സുഭാഷ് കെ രാജാണ് പുള്ളി, പുതിയ ഡയറക്ടറാണെന്ന് തോന്നുന്നു. നമ്മൾ കൊടുത്ത കാശ് മുതലാവും കേട്ടോ. അമ്മാതിരി സാധനം. ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ്. അർജുൻ്റെ ആ ഒരു പോയ കാലമുണ്ടല്ലോ, പഴയ കാലം, ഒരു 90s കാലമൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. അതുപോലത്തെ കിഡിലൻ പെർഫോമൻസ്. പുള്ളി പൊളിച്ചാൽ ഈ വെടി പോക അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. പക്ഷെ നൈസായിട്ട് സംഭവം ചെയ്തത്. അത് ഫീനിക്സ് പ്രഭു ആണ് ഇതിന് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്ലൈമാക്സ് ഫൈറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. രണ്ടൊരു അച്ഛനും മകളും പിന്നെ അങ്ങോട്ട് ഇറങ്ങി നിന്ന് അങ്ങോട്ട് അറുമാതിച്ചോണം, അഴിഞ്ഞാടിയെന്ന് വേണം പറയാം അർജുനകത്ത് കിടന്ന്. എന്താണെങ്കിലും നിങ്ങൾ സിനിമ ഇത് വെറുത്താണ്. നമ്മൾ കൊടുക്കുന്ന കാശ് മുതലാവും. തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക. കണ്ടിട്ട് കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, അടിപൊളി ബ്ലാസ്റ്റ്, ഗംഭീര ബ്ലാസ്റ്റ്, ഒരു രക്ഷയില്ലാത്ത സിനിമ.